നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ഈ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ ഇന്ന് വരാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ നമ്മളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലും ആഘോഷത്തിലൊക്കെ ആയിരുന്നു. ഞാൻ പകല് അതുകൊണ്ട് കേരളത്തിലെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് കേരളത്തെ എല്ലാ അർത്ഥത്തിലും പിറകിൽ നിന്ന് കുത്തുന്ന തരത്തിലുള്ള ഒരു വലിയ കള്ള വാർത്തയെക്കുറിച്ച് അതിൻ്റെ ഒരു ഡെപ്തിനെ പറ്റി മനസ്സിലാക്കിയത്. നിങ്ങൾ എല്ലാവരും ഇതിനകം മനസ്സിലാക്കി കാണും. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടാകെ. അതെന്താന്ന് വെച്ചാൽ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് കള്ളക്കണക്ക് കാണിച്ച് ചെലവ് പെരുപ്പിച്ച് കാണിച്ച് സർക്കാർ പൈസ മുക്കി. ഇതാണ് പതിവ് പോലെയുള്ള വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി റിപ്പോർട്ടറും ഏഷ്യാനെറ്റും ഒക്കെ കൊടുത്തത്. അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയ കള്ള തെണ്ടി, ഇങ്ങനെ പൈസ കട്ട് മുടിക്കല്ലേ തുടങ്ങിയിട്ട് ഇങ്ങനെ ക്ഷോഭജനകമായ തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി അതിന്റെ ചില ക്ലാരിഫിക്കേഷൻസ് മിനിസ്റ്റർ രാജൻ ഉൾപ്പെടെ നടത്തി. പക്ഷെ അതിനൊക്കെ ശേഷവും എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഈ ചെലവ് ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചു എന്ന മട്ടിലുള്ള പ്രചരണമായി. അതിനെ തുടർന്നുള്ള ചർച്ചകളായി രാത്രിയിലെ ന്യൂസ് അവറും മറ്റുമൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വൈകുന്നേരത്തോടു കൂടിയാണ് ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയത്. ഉള്ളത് പറയാമല്ലോ, രാത്രി ഒരുപാട് സമയം ഇരുന്ന് ഞാൻ ഇതിന്റെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ചു. കാരണം ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഇത് വല്ലാത്ത ചതിയാണല്ലോ ഈ സർക്കാർ കേരളത്തോട് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ് ഇതിന്റെ ഒരു വസ്തുത എന്നൊന്ന് പരിശോധിക്കണമല്ലോ എന്ന് നോക്കിയപ്പോഴാണ് നിരാശാജനകമെന്ന് പറയട്ടെ, കേരളത്തെ എല്ലാ അർത്ഥത്തിലും പിറകിൽ നിന്ന് കുത്തുന്ന ബാഹുബലി സിനിമയിലെ കട്ടപ്പകയുടെ റോളാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ വഹിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് സംഭവം? ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കാണും. ആദ്യം ഇവർ പറഞ്ഞതുപോലെ സർക്കാർ ചെലവഴിച്ച തുകയല്ല, അതിനെപ്പറ്റിയല്ല പറഞ്ഞത് അല്ലെങ്കിൽ വാർത്ത നൽകിയത്. മറിച്ച് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പൈസ ഇത്രയാണ്, അത് ഇന്ന ഹെഡിലാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോറാണ്ടം നൽകി. എന്നാണ് മെമ്മോറാണ്ടം നൽകിയത്? 18/8/2024 മെമ്മോറാണ്ടമാണ്. എന്താണ് അങ്ങനെ മെമ്മോറാണ്ടം കൊടുക്കാനുള്ള കാരണം? കഴിഞ്ഞ മാസം 10-ാം തീയതി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടീം വയനാട് സന്ദർശിക്കേണ്ടായി ദുരന്തത്തെ പറ്റി മനസ്സിലാക്കാൻ. തൊട്ടടുത്ത ദിവസം 9-ാം തീയതിയാണ് അവർ വന്നത്. 10-ാം തീയതി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നു. അദ്ദേഹം ഇവിടെ എല്ലാം കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ, ഏതാവശ്യങ്ങൾ? റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുനരധിവാസമല്ല. ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള അതിന്റെ ചെലവുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന ചെലവ് വരുന്നുണ്ട് എന്ന് കാണിച്ച് ഒരു മെമ്മോറാണ്ടം തരും, അതിനനുസരിച്ച് ഞങ്ങൾ പരിഗണിക്കാം എന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് 18-ാം തീയതി 18/8 കേന്ദ്ര സർക്കാരിന് ഈ റെസ്ക്യൂ ഓപ്പറേഷന് വരുന്ന ചെലവുകളെ സംബന്ധിച്ച് ഓരോ ഹെഡും വേറെയാക്കി തിരിച്ച് ഒരു നിവേദനം നൽകി. ആ നിവേദനത്തിലെ ചില പേജുകൾ അടർത്തിയെടുത്താണ് പ്രധാനമായും ആക്ച്വൽസ് എന്നൊരു വാക്ക്, ഞാൻ അതിനെപ്പറ്റി പറയാം, അതിനെ ഉയർത്തി കാണിച്ചാണ് നട്ടാൽ കുരുക്കാത്ത ഈ പെരും നുണ കേരളത്തിൽ അല്ല ലോകമെമ്പാടും ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദുരന്തം നടക്കുകയാണ്, അതിന്റെ വ്യാപ്തിയെ പറ്റി ഒന്നും അറിയില്ല, എത്ര രൂപ ചെലവാകും എന്നൊന്നും അറിയില്ല, ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നൊന്നും അറിയില്ല. ആ സമയത്താണ് ഒരു നിവേദനം നാം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 3 തരത്തിലുള്ള ഫണ്ടുകളാണ് പ്രധാനമായിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുക. ഒന്ന് NDRF എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇപ്പോ തർക്കം അല്ലെങ്കിൽ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് NDRF എന്ന് പറഞ്ഞാൽ? അതൊരു കേന്ദ്ര സർക്കാരിന്റെ നിധിയാണ്. നമ്മുടെ എല്ലാം നികുതി പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നിധിയാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്നാണ്. ഉടൻ പ്രതികരിക്കാനുള്ള ഒരു ഫണ്ട് എന്നുള്ള നിലയ്ക്കാണ്. ഈ NDRF-ൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ വർഷവും ഒരു വിഹിതം നൽകും. സംസ്ഥാനങ്ങൾക്ക് ഈ വിഹിതം നൽകിക്കഴിഞ്ഞാൽ അതിനെ SDRF എന്നാണ് പറയുക. എന്ന് വെച്ചാൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. കേന്ദ്രം നൽകുന്ന ഈ പൈസയും സംസ്ഥാനത്തിന്റെ വിഹിതവും ചേർന്ന് ഇത് ട്രഷറിയിൽ ഇടും. ഈ പൈസയുടെ പ്രത്യേകത എന്താണ്? സർക്കാരിന്റെ പണം ദയവ് ചെയ്ത് മാധ്യമ പ്രവർത്തകരും
അതിന്റെ ചീഫ് എഡിറ്റർമാരെങ്കിലും അല്ലെങ്കിൽ മേധാവികളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് സർക്കാർ പണം ചെലവഴിക്കുന്നതിന് വിവിധ നോംസുകളുണ്ട്. ഇത് പഞ്ചായത്ത് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി വരെയുള്ള ആൾക്കാർ നേരിട്ട് ചെലവഴിക്കുന്ന പണമല്ല, അവർ നേരിട്ട് സമാഹരിക്കുന്ന പണമല്ല. കൃത്യമായ നോംസ് ഉണ്ട്. ഈ ഫണ്ടിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഫണ്ട് പോലെ ആയിരിക്കില്ല മറ്റൊരു ഫണ്ട്. ഉദാഹരണത്തിന് SDRF നിങ്ങൾ ഒരു വർഷം പറഞ്ഞല്ലോ, എല്ലാ വർഷവും ഫണ്ട് കിട്ടും. ഈ ഫണ്ട് അവിടെ നിക്ഷേപിച്ചാല് ആ വർഷം ചെലവ് ചെയ്തില്ലെങ്കിൽ ഇത് ലാപ്സ് ആയി പോകില്ല. പക്ഷെ എല്ലാ ഫണ്ടുകളും അങ്ങനെയല്ല. ചില ഫണ്ടുകൾ മാർച്ച് 31 ചെലവ് ചെയ്തില്ലെങ്കിൽ ലാപ്സ് ആയി പോകും. ഇത് ലാപ്സ് ആവില്ല. അതിനൊരു ലോജിക് ഉണ്ട്. എന്താണ് ലോജിക്ക്? എല്ലാ വർഷവും ദുരന്തം ഉണ്ടാകുമോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാകാൻ പാടില്ലല്ലോ, നമ്മൾ അങ്ങനെ മോഹിക്കുന്നില്ല. അതുകൊണ്ട് ദുരന്തം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് ചെലവഴിക്കണ്ട, ചെലവഴിച്ചില്ലെങ്കിൽ ലാപ്സ് ആവില്ല, അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അവിടെ കിടക്കും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? ഈ SDRF എന്ന് പറയുന്ന സംസ്ഥാന ഫണ്ട് വിനിയോഗിക്കുന്നതിന് ഒരു കേന്ദ്ര മാനദണ്ഡമുണ്ട്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ നോംസ് ആണ്. അതെന്താണ് നോംസ്? അതില് ചില കാര്യങ്ങൾക്ക് ഇത്ര തുകയെ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നുണ്ട്, ചില കാര്യങ്ങൾക്ക് ഇത്ര തുകയെ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നില്ല. അതൊരു ഏകദേശ കണക്കാണ് കൊടുക്കുക. അതിനുപയോഗിക്കുന്ന വാക്കാണ് ആക്ച്വൽസ് എന്ന് പറയുന്നത്. എന്താണത്? അത് ബഡ്ജറ്റിംഗിലെ ഒരു ഫിനാൻഷ്യൽ ടേം ആണ്, ഇതൊരു സാങ്കേതിക പദമാണ്. എന്ന് വെച്ചാല് നമ്മൾ 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ചെലവ് വരിക. ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ദുരന്തം നടക്കുമ്പോൾ ടെൻഡർ വിളിച്ച് അതിനൊന്നും സാധിക്കില്ല, കരാറൊന്നും ഒപ്പിട്ട് സാധിക്കില്ല. അപ്പൊ ചെലവ് ചെയ്യാൻ ഇപ്പൊ നമ്മളൊരു ഏകദേശ കണക്ക് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയാലോ ഇവിടെ ഈ കണക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മുഴുവൻ കൊടുക്കില്ല. പിന്നെയോ അതിന്റെ ബില്ലും വൗച്ചറും കാര്യങ്ങളും വെച്ച് 100,000 പരിശോധനകൾക്ക് ശേഷമാണ്. ഇപ്പൊ 100 രൂപ ആക്ച്വൽസ് കണക്കാക്കിയാൽ 100 രൂപ കൊടുത്തോളുന്നില്ല. 10 രൂപയാണ് ചെലവായത് എങ്കിൽ, അതാണ് വൗച്ചർ എങ്കിൽ, അതാണ് ബില്ലെങ്കിൽ 10 രൂപയാണ് കൊടുക്കുക. ആ 10 രൂപയെ തന്നെ പല ലെയറുകളിലുള്ള ഓഡിറ്റിങ്ങിന് വിധേയവുമാണ്. ഇതാണ് അതിന്റെ സ്ഥിതി. ഇനി ആരാണ് SDRF കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയാണോ? റവന്യൂ മന്ത്രിയാണോ? അല്ല, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരിലെ 5 മുതിർന്ന സർക്കാർ വകുപ്പ് തലവന്മാർ ചേർന്നിട്ടുള്ള ഒരു സമിതിയാണ്. ദുരന്ത നിവാരണ സമിതിയുടെ ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആണ് ഈ ഫണ്ട് വിനിയോഗിക്കുന്നത്. അവർക്ക് തോന്നിയ പോലെ വിനിയോഗിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. റവന്യൂ വകുപ്പിന്റെ, ധനവകുപ്പിന്റെ എല്ലാം ക്ലിയറൻസ് ആവശ്യമുണ്ട്. അതിനെല്ലാം ശേഷവും നേരത്തെ പറഞ്ഞതുപോലെ CAG ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളുടെ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, 2 തരത്തിലുണ്ട്. ചിലതിന് പണം നിശ്ചിത സംഖ്യ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിലധികം SDRF നിന്ന് അനുവദിക്കില്ല. ഉദാഹരണത്തിന് ദുരന്തത്തിൽ ആളുകൾ മരിച്ചാല് 4 ലക്ഷം രൂപ കൊടുക്കും. പക്ഷെ നോക്കൂ, പലപ്പോഴും 4 ലക്ഷം അല്ല കൊടുക്കുന്നത്. SDRF നിന്ന് 4 ലക്ഷമേ കൊടുക്കാൻ പറ്റുള്ളൂ. അധികം കൊടുക്കണമെങ്കിലോ 10 ലക്ഷം കൊടുക്കണമെന്ന് കരുതുക. 10 ലക്ഷം കൊടുക്കണമെങ്കിൽ NDRF നിന്ന് കൂടുതൽ തുക അനുവദിച്ച് കിട്ടണം. ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, വകുപ്പില്ല. അതാണ്. അതുപോലെ പരിക്ക് പറ്റിയാലോ 60%, 40 മുതൽ 60% വരെ പരിക്ക് പറ്റിയാൽ 2.5 ലക്ഷം രൂപ കൊടുക്കാം. 40% താഴെയാണെങ്കിൽ 60,000 രൂപ കൊടുക്കാം. ഇതാണ്. വീടിന്റെ കാര്യമോ? വീട് തകർന്നു പോയാൽ നോംസ് പ്രകാരം 1,30,000 രൂപയെ കൊടുക്കാൻ പറ്റും. 1,30,000 രൂപ കൊടുത്താൽ എന്താണ് ഈ മാപ്രകൾ? അങ്ങനെ തന്നെ പറയട്ടെ കേട്ടോ. ഞാൻ മാപ്ര എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കാറില്ല, കാരണം അതൊരു ജനാധിപത്യത്തിലെ ഒരു സംവാദാത്മകമായിട്ടൊരു വാക്കാണ് എന്ന് കരുതാത്തത് കൊണ്ടാണ്. പക്ഷെ ഇവരെ ഇപ്പൊ മാപ്രകൾ എന്നും വിളിച്ചാൽ പോരാ എന്ന് തോന്നുകയാണ്. 1.3 ലക്ഷം രൂപ കൊടുത്താൽ അടുത്ത ചോദ്യം എന്താവും? 1.3 ലക്ഷത്തിന് വീട് നിർമ്മിക്കാൻ കഴിയുമോ വിജയ എന്ന് പറഞ്ഞിട്ട് സാധനം വരില്ലേ? ഈ ഏഷ്യാനെറ്റിന്റെ എല്ലാം പോസ്റ്റർ വരില്ലേ? സ്വാഭാവികമായും അത് പോരാ. പക്ഷെ നോംസ് പ്രകാരം അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ വീട് തകർന്നാലോ 65,000 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. കുടിലുകൾ പോയാലോ 8,000 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. വസ്ത്രം പോയി, ആളുകൾ പറയാണ് ഞങ്ങളുടെ പ്രളയത്തിൽ വസ്ത്രം പോയി, പാത്രങ്ങൾ പോയി. വസ്ത്രം പോയതിന് 2,500 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. 2,500 വസ്ത്രമാണോ പോയിട്ടുണ്ടാവുക? ചിലപ്പോ ആളുകൾ പറയാണ് ഒരു ഷർട്ടിനും മുണ്ടിനും തന്നെ 2,500 കാണും. പക്ഷെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ SDRFന്റെ നോംസ് പ്രകാരം അതേ കൊടുക്കാൻ പറ്റുള്ളൂ. പാത്രങ്ങൾക്ക് 2,500 കൊടുക്കാൻ പറ്റുള്ളൂ. റോഡ് തകർന്നാലോ സ്റ്റേറ്റ് ഹൈവേക്ക് 1 കിലോമീറ്ററിന് 1 ലക്ഷം അതിന്റെ പുനർനിർമ്മാണത്തിന് ചെലവഴിക്കാം നോംസ് പ്രകാരം. മലയോര ഹൈവേക്ക് 1.25 ലക്ഷം.
പ്രാദേശിക റോഡിന് കിലോമീറ്ററിന് 60,000 രൂപ. ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോന്നിനും മാനദണ്ഡമുണ്ട്. അതുപോലെ കന്നുകാലികൾ നഷ്ടമായാല്, കാലിത്തീറ്റ നഷ്ടമായാല്, ഫിഷറീസ് നഷ്ടത്തിന് ഇതിനൊക്കെ നിശ്ചിതമായ തുകയുണ്ട്. ആ തുകയ്ക്ക് അപ്പുറത്ത് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ചില ചെലവ് ചെയ്യുമ്പോഴോ അതിന് നിശ്ചിതമായ തുക തീരുമാനിച്ചിട്ടില്ല. ഉദാഹരണത്തിന് മണ്ണ് നീക്കം ചെയ്യുന്നു, മൃതദേഹം മറവ് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ഇത് കണക്കാക്കാൻ പറ്റില്ല. ഓരോ സമയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ദുരിതാശ്വാസ ക്യാമ്പ് 30 ദിവസമാണ് നോംസിന്. ഈ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് വേണമെങ്കിൽ അത് 90 ദിവസം വരെ ആക്കാം. അത് അവരുടെ ഒരു ഈ സാഹചര്യമെല്ലാം പരിശോധിച്ച് ചെയ്യാമെന്നാണ്. ഇപ്പൊ ഉദാഹരണം മണ്ണ് നീക്കുന്നതിന്റെ ഒരു കാര്യമെടുക്കുക. ഇതുവരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ വലിയ പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ മണ്ണുണ്ടല്ലോ, മണ്ണ്, പാറ, ചെളി, മരങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം ചേർന്ന് അടിഞ്ഞുകൂടിയ മണ്ണിന്റെ പരമാവധി ഉയരം 3 ദശലക്ഷം ഘനമീറ്ററാണ്. വയനാട്ടിൽ അത് 6 ദശലക്ഷം ഘനമീറ്ററാണ്. അത് നീക്കം ചെയ്യുമ്പോൾ എത്ര പണം വരും, അതിന് എത്ര ലോറികൾ വേണം, എത്ര മണ്ണുമാന്തികൾ വേണം എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ആക്ച്വൽസ് എന്നൊരു വാക്ക് അപ്പുറത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ വെള്ളം എത്ര വിതരണം ചെയ്യണം പറയാൻ പറ്റില്ല. ഭക്ഷണം പറയാൻ പറ്റില്ല. സർക്കാർ ഒരു കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കുമ്പോൾ സന്നദ്ധ സംഘടനകളോ സുമനസ്സുകളോ ഭക്ഷണം വിതരണം ചെയ്യും എന്ന് കണക്കാക്കി ഒരു പ്രതീക്ഷിത ചെലവ് അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? അത് നമ്മൾ കണക്കാക്കുന്ന ഒരു സംഖ്യയല്ലേ, ഏകദേശ സംഖ്യയല്ലേ, ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അല്ലേ. അതിന്റെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ ഭക്ഷണം കൊടുത്താൽ സ്വാഭാവികമായും ആ ചെലവ് കുറയും. നോക്കൂ, ചാലിയാറിലെ എക്കലിന്റെ അളവ് 185% വർദ്ധിച്ചു. ഈ മണ്ണ് നീക്കണ്ടേ? അതിന് എത്ര ദിവസം, എത്ര ആയിരക്കണക്കിന് ലോറികളും മണ്ണുമാന്തികളും ടിപ്പറുകളും എല്ലാം വേണ്ടിവരും എന്ന് കണക്കില്ല. ഈ നിവേദനം കൊടുക്കുന്ന സമയത്ത് ജീപ്പുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം 5, 8, 10 മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ബില്ലുകൾ വരിക. ഒരു ഉദാഹരണം നോക്കൂ, 2018 പ്രളയം ഉണ്ടായല്ലോ. പ്രളയമുണ്ടായി, ഇതുപോലെ തന്നെയാണ് കണക്ക് കൊടുക്കുക. 8 മാസം കഴിഞ്ഞിട്ടാണ് എയർഫോഴ്സിന്റെ ഒരു ബില്ല് വരുന്നത്. 102 കോടി രൂപ അവർക്ക് ചെലവായി കാണും. എയർഫോഴ്സിന്റെ ബില്ല് ഇവിടെ വന്നിട്ടില്ല. അതിലിപ്പോ ഒരു 10 മാസം കഴിഞ്ഞിട്ടാവും വരിക. ഇപ്പോ ഉദാഹരണത്തിന് ബെയിലി പാലം 1 കോടി രൂപ. അതെന്താ 1 കോടി രൂപ? 1 കോടി രൂപ സൈന്യം കൊടുത്ത ബില്ലാണ്. 1 കോടി രൂപ കൊടുത്തു. ഇനി ആ ബെയിലി പാലം അഴിച്ചു മാറ്റണ്ടേ? അതിന്റെ ഒറിജിനൽ ബില്ല് അല്ലെങ്കിൽ ഫൈനൽ ബില്ല് വരാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടി ഞെട്ടും, അപ്രകളെ നിങ്ങൾ കുറച്ചുകൂടി ഞെട്ടും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? 1 കോടിയാണല്ലോ അന്ന് ബില്ല് പറഞ്ഞത്, ഇത് അഴിച്ചു മാറ്റണം, ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, വേണ്ടേ? അതിന് വീണ്ടും ബില്ല് വരാനിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജീപ്പുകൾ ഓടിയതിന്റെ എത്ര ആയിരക്കണക്കിന് വണ്ടികൾ ഓടിക്കാണും, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കല്ലേ. അവര് 5, 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ബില്ല് കൊടുക്കുക. അവരെന്തിനാണ് ഫ്രീ ആയി ഓടുന്നത്? ഇതിൽ കൊടുക്കാൻ വകുപ്പുണ്ട്. ഇതെല്ലാം നമ്മുടെ നികുതി പണമാണ്. പിണറായി വിജയന്റേതല്ല, നരേന്ദ്രമോദിയുടേതല്ല. ഈ രാജ്യത്തിന് അപകടമുണ്ടാകുമ്പോൾ ചെലവഴിക്കേണ്ട നികുതി പണമാണ്. അത് കൊടുക്കണ്ടേ അവർക്ക്? റഡാർ ഉൾപ്പെടെയുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, അതിന്റെ ഒരു ഏകദേശ ചെലവ് കണക്കാക്കി കൊടുക്കുന്നു. ഇതിൽ നോക്കൂ നിങ്ങൾ, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ഈ കൊടുത്ത രേഖ, മെമ്മോറാണ്ടം ലഭ്യമാണ്. നിങ്ങൾ അതിൽ നോക്കൂ. ഉദാഹരണത്തിന് വീടുകളെ പറ്റി പറയുന്നുണ്ട്. ഈ നിവേദനം കൊടുക്കുമ്പോൾ 1555 വീടുകളാണ് തകർന്നത്. എത്ര വെച്ചിട്ടാണ് നോംസ് പ്രകാരം കൊടുക്കുക? 1.3 ലാഖ് ആണല്ലോ. അതിലധികം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന തുക 20,21,50,000. അതൊരു ഹെഡിലുണ്ട്. അടുത്ത ഒരു കോളം ഉണ്ട്, അത് ആക്ച്വൽസ് ആണ്. അതെന്താണ്? 1.3 ലക്ഷത്തിന് വീട് വെക്കാൻ പറ്റുമോ? കേരള സർക്കാർ ഒരു യൂണിറ്റിന് ഈ സർക്കാർ വിഭാവനം ചെയ്യുന്ന ഒരു വീട് അത് വെക്കാൻ ഒരെണ്ണത്തിന് 15 ലക്ഷം രൂപയാണ് കണക്കാക്കിയത്. അങ്ങനെ വന്നാൽ എത്ര വരും? 233.25 കോടി വരും. അപ്പൊ രണ്ടാമത്തെ കോളത്തിൽ അത് കൊടുത്തു. ആദ്യ കോളത്തിൽ നോംസ് പ്രകാരമുള്ളത്, രണ്ടാമത്തെ കോളത്തിൽ ആക്ച്വൽസ്. അത് കിട്ടില്ല. പക്ഷെ കേരളത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിനോട് അല്ലാതെ പാകിസ്ഥാനോട് പോയി പറയാൻ പറ്റുമോ? ശ്രീലങ്കയോട് പോയി പറയാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് റിപ്പയർ, വീട് റിപ്പയർ 65,000 കൊടുക്കാൻ പറ്റുക. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സംഖ്യ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആവശ്യം 65,000 കൊടുത്താൽ പോരാ. നമ്മൾ കേരള ഗവൺമെന്റ് 2 ലക്ഷം കണക്കാക്കി. ആ സമയത്ത് എത്ര വീട് തകർന്നെന്നൊന്നും അറിയില്ല. 1555 ഉള്ളൂ, അതിലധികം ഉണ്ടാകും. അത് പിന്നീടാണ് അറിയാം.
മൃതദേഹം സംസ്കരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. കുറച്ചെണ്ണം സംസ്കരിച്ചു, ഇനി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും കിട്ടുമോ എന്നറിയില്ല. കിട്ടിയാൽ ഒരു ആധുനിക സമൂഹത്തിന് പറ്റുന്ന തരത്തിൽ ആ മൃതദേഹങ്ങൾ സംസ്കരിക്കണ്ടേ? അതിന് ചെലവ് വരില്ലേ? അതാണ് ആക്ച്വൽസ് എന്ന് പറയുന്നത്. ഒരു നിവേദനം ഉണ്ടാക്കുന്നത് തന്നെ മാനദണ്ഡത്തിനെ മുൻനിർത്തിയാണ്. അല്ലാതെ വായ തോന്നിയതുപോലെ ആർക്കും നിവേദനം ഉണ്ടാക്കാൻ കഴിയില്ല. അതിനൊരു മാനദണ്ഡമുണ്ട്. അത് കിട്ടുന്നതിനോ അതിന് വേറൊരു മാനദണ്ഡമുണ്ട്. ഈ മാനദണ്ഡ പ്രകാരമേ കിട്ടുള്ളൂ. ഇങ്ങനെ അധിക നിധി ആവശ്യപ്പെട്ടാൽ ഉടൻ ഇങ്ങോട്ട് കിട്ടുമോ? ഇല്ല. അതിവർ വന്ന് ഈ കണക്കെല്ലാം പരിശോധിച്ച് അധിക നിധി ആവശ്യമാണെങ്കിൽ എത്രയാ കിട്ടുക? നിലവിൽ SDRF എത്രയുണ്ടോ അതിൽ 50% താഴെ മാത്രമേ കിട്ടുള്ളൂ. അത് തന്നെ കിട്ടുമെന്ന് ഉറപ്പില്ല. അതേ വകുപ്പ് പ്രകാരം തന്നെ കിട്ടുകയുള്ളൂ. ഇതാണ് വസ്തുത. ഒരു കണക്ക് കൂടി പറയാം. അത് 2018-ലെയും 2019-ലെയും ഒക്കെ പ്രളയകാലത്തിന്റെ ഒരു കണക്കാണ്. 2018 സെപ്റ്റംബർ 13 നമ്മൾ ഇതുപോലൊരു മെമ്മോറാണ്ടം കൊടുത്തു. ആ മെമ്മോറാണ്ടം പ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ള തുക 5500 കോടി രൂപയാണ്. 2 തവണയായിട്ടാണ് ഈ മെമ്മോറാണ്ടം കൊടുത്തത്. കിട്ടിയത് 3000 കോടി രൂപയാണ്. യഥാർത്ഥത്തിൽ കേരളം കണക്കാക്കിയ നഷ്ടം 26000 കോടി രൂപയാണ്. മനസ്സിലാക്കണം കേട്ടോ. അതിൽ ആവശ്യപ്പെട്ടത് നേരത്തെ പറഞ്ഞ 5500 കോടി, കിട്ടിയത് 3000 കോടി. എവിടെയാണ് ചർച്ചയുള്ളത്? ഇനി 2019 പ്രളയം നോക്കൂ. 2019 കേരളം ആവശ്യപ്പെട്ടത് 2101 കോടി, കിട്ടിയതോ 0 രൂപ. ചർച്ചയുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2008 പ്രളയം നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ മെമ്മോറാണ്ടം കൊടുത്ത് 8 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എയർഫോഴ്സിന്റെ ബില്ല് വന്നത് 102 കോടിയുടെ. ഈ മെമ്മോറാണ്ടം കൊടുത്ത് 5-8 മാസം കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ അരിയുടെ ബില്ല് വന്നത് 100-110 കോടി രൂപയുടെ. അതെല്ലാം കൊടുക്കേണ്ടതാണ്. അവരെന്താ പറഞ്ഞത്? ആ ഫണ്ട് തന്നില്ലെങ്കിൽ റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന അരി കട്ട് ചെയ്യും. അപ്പൊ ഫണ്ട് കൊടുക്കണ്ടേ? ഇതിനെല്ലാം ഉള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത് 2019 ഒന്നും കിട്ടിയില്ല. ഇനി ഇപ്പോഴോ 2024 വയനാട് ദുരന്തത്തിലോ നമ്മൾ കൊടുത്തത് എത്രയാ? 219 കോടി കൊടുത്തിട്ടുള്ളൂ. എന്തിന്? ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി 219 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് നമ്മൾ കൊടുത്തു. 1 രൂപ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ മാപ്രകൾക്ക് വല്ല വിഷമമുണ്ടോ? ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ പൈസ കിട്ടിയില്ല എന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ നടക്കാതിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ സന്നദ്ധ പ്രവർത്തകർ മാത്രമല്ല, ലോക നിലവാരത്തിലുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് നടന്നത്, അല്ലേ? നമ്മുടെ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ സേനകൾ, വകുപ്പുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ, അതിലെ ഉദ്യോഗസ്ഥന്മാർ, 10000-കണക്കിന് മനുഷ്യർ, സന്നദ്ധ പ്രവർത്തകർ മാത്രമല്ല. ഈ സേനാംഗങ്ങൾ തിരുവനന്തപുരത്തും കോഴിക്കോടും എല്ലാം വിമാനമിറങ്ങി അവരെ വയനാട്ടിലെത്തിക്കുന്നു, തിരിച്ചെത്തിക്കുന്നു. ഇതിനെല്ലാം ഓടിയ വാഹനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ പറഞ്ഞല്ലോ ബില്ല് വരാനിരിക്കുന്നതേ ഉള്ളൂ പലതും. ഈ വലിയ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പ്രവർത്തനങ്ങളെ അതിനെ ചെറുതാക്കി കാണിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങളാകെ തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാനും ബോധപൂർവം ശ്രമിക്കാൻ മാധ്യമപ്രവർത്തകരോടും ഈ കള്ളം പ്രചരിപ്പിക്കുന്നവരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ. സർക്കാരിന്റെ എല്ലാം കാലാവധി 5 വർഷമാണ്. ഈ സർക്കാർ മതേ 1-1.5-2 വർഷം കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ കാലാവധി തീരുമെന്നേ. പിന്നീട് ഏത് സർക്കാർ വരുമെന്ന് ജനം തീരുമാനിക്കും. ജനം തീരുമാനിക്കട്ടെ. സർക്കാരുകൾ പോയാലും ആളുകൾ മരിച്ചു പോയാലും ഈ സംവിധാനങ്ങൾ നാളെയും നിലനിൽക്കണ്ടേ? പിണറായി വിജയനൊക്കെ മരിച്ചു പോകും കേട്ടോ. ഈ മന്ത്രിമാരും മരിച്ചു പോകും. ഈ കള്ളം പ്രചരിപ്പിക്കുന്നവരും മരിച്ചു പോകും. പക്ഷെ നമ്മുടെ സംവിധാനം നിലനിൽക്കണ്ടേ? നാട് നിലനിൽക്കണ്ടേ? അത് നിലനിൽക്കാൻ ജനങ്ങൾക്ക് അതിനോടൊരു വിശ്വാസ്യത ഉണ്ടാകണ്ടേ? ഇപ്പൊ ആളുകൾ പറയാണ് അഖിൽ മാരാർ പറഞ്ഞത് ശരിയാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഈ NDRF തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി? അല്ല. നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ പോലും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ കള്ളങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ആൾക്കാരോ? അവർക്ക് ഈ ഒരു സിസ്റ്റത്തോടും വിശ്വാസമില്ലാതെ ആയാലോ? എന്ന് വെച്ച് സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ വിമർശിക്കരുത് എന്നല്ല. നാം സൂക്ഷ്മമായി കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി നിൽക്കണം, യാതൊരു തർക്കമില്ല. പക്ഷെ ഇല്ലാത്തത് പ്രചരിപ്പിക്കരുത്, കള്ളം പ്രചരിപ്പിക്കരുത്.
സംവിധാനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിമർശനങ്ങളാണ് വേണ്ടത്. അതിനെ തകർക്കുന്നതാകരുത്. ഒരു കൂട്ടം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതിനെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ വലിയൊരു വിഭാഗം ഇടതുപക്ഷ വിരുദ്ധരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിയ്ക്കണ കൊമ്പ് മുറിക്കലാണ്. കേരളത്തെ പുറകിൽ നിന്ന് കുത്തുന്ന പരിപാടിയാണ്. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.